മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. അല്ലമീൻ നൽകും വിവരങ്ങൾ. അല്ലമീൻ, SFIOയുടെ പരിശോധന നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എക്സാലോജിക്ക് ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത്? വിനീത, ഇന്ന് രാവിലെയാണ് കർണാടക ഹൈക്കോടതി എക്സാലോജിക്സ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. എക്സാലോജിക്കിനെതിരായുള്ള SFIOയുടെ അന്വേഷണം അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കർണാടക ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറെയും എതിർകക്ഷികളായി ചേർത്തുകൊണ്ടാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് പരിഗണിച്ചിട്ടില്ല. എന്ന് കോടതി അത് പരിഗണിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. നമുക്കറിയാം, SFIO അന്വേഷണം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എക്സാലോജിക് CMRL വിവാദ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ചടുലമായ നടപടികളുമായി SFIO ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ആദ്യഘട്ടം എന്നോണം CMRL പരിശോധന നടത്തുന്നു. അതിനുശേഷം ഇന്നലെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDCയിലേക്ക് എത്തുന്നു. തൊട്ടടുത്ത് ലക്ഷ്യം വെക്കുന്നത് തങ്ങളെയാണ് എന്ന് കൃത്യമായി എക്സാലോജിക്കിന് അറിയാം. അതിനപ്പുറത്തേക്ക് വീണ വിജയൻ അറിയാം. സ്വാഭാവികമായും തങ്ങളിലേക്ക് SFIO ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഏജൻസികൾ എത്തുന്നതിന് മുൻപ് തന്നെ അതിന് പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം വീണ വിജയൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഏറെ സംസ്ഥാന ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് കർണാടക ഹൈക്കോടതി തുടരാം. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകം സംസ്ഥാനത്ത് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിനപ്പുറത്തേക്ക് കർണാടക ഹൈക്കോടതിയെയാണ് എക്സാലോജിക്ക് സമീപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധേയമായ ഒന്ന്, ഇന്നലെ KSIDC SFIO അന്വേഷണത്തിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അന്നേരം കേരള ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം, KSIDCക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ, മറച്ചു വെക്കാനുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് SFIOയുടെ അന്വേഷണത്തെ ഭയക്കുന്നു എന്നൊരു ചോദ്യം ഇന്നലെ കേരള ഹൈക്കോടതി KSIDCയുടെ ഹർജിയിന്മേൽ ചോദിച്ചിരുന്നു. ഒരുപക്ഷെ വീണ വിജയനോ എക്സാലോജിക്കോ കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ സമീപിച്ചാൽ സമാനമായ ഒരു ചോദ്യവും അല്ലെങ്കിൽ ഒരു അനുകൂല നടപടി കോടതിയിൽ നിന്നുണ്ടാകില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം കർണാടക ഹൈക്കോടതിയിലേക്ക് ചുവടുവെച്ചത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേന